എൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക പാഠങ്ങളിൽ ഏഴാമത്തെ പാഠം. ഒരു ജോലി കിട്ടിയിട്ട് വേണം കുറച്ച് ദിവസം ലീവ് എടുക്കാൻ എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ജോലി കിട്ടിയിട്ട് വേണം കുറച്ച് ലോൺ എടുക്കാൻ എന്ന് കേട്ടിട്ടുണ്ടോ? എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ് കക്ഷി. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുള്ളി എന്നെ സമീപിച്ചത്. എല്ലാ പ്രോസ്പെക്റ്റീവ് ക്ലയൻസിനോടും ചോദിക്കുന്ന അതേ ചോദ്യം ഞാൻ പുള്ളിയെടുത്തും ചോദിച്ചു. ബേസിക് സാലറി എത്രയാണ്, ഏതെങ്കിലും ലോൺസ് ഉണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ പുള്ളിക്കാരൻ്റെ റിപ്ലൈ കേട്ടിട്ട് ഞാൻ അമ്പരന്ന് പോയി. കാര്യം, പുള്ളിക്ക് 3 ലോൺസ് ആണ് ഓൾറെഡി ഉള്ളത്. ഓർക്കുക, പുള്ളി ജോലിയിൽ പ്രവേശിച്ചിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. പുള്ളിക്കൊരു പേഴ്സണൽ ലോണുണ്ട്, ക്രെഡിറ്റ് കാർഡ് ലോണുണ്ട്, ബൈക്ക് ലോണുണ്ട്, അതുകൂടാതെ റീസെൻ്റ് ആയിട്ടൊരു മൊബൈലും കൂടെ ലോണിന് വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 60% സാലറി പോകുന്നത് EMI-ലോട്ടാണ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പ്രകാരം നമ്മുടെ ടേക്ക് ഹോം സാലറിയുടെ 30-ൽ കൂടുതൽ അല്ലെങ്കിൽ മാക്സിമം 35% കൂടുതൽ നമ്മൾ EMI അടച്ചു പോകുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികമായി ഒരു നല്ല ലക്ഷണമായി കണക്കാക്കാറില്ല. മാത്രമല്ല, ഈ പറഞ്ഞ ആൾക്ക് ലോൺ അടയ്ക്കാൻ മാത്രമായി അടുത്ത 3 വർഷം വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥിതിയും കൂടെയാണ്. ഈ പറഞ്ഞത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ വരുന്ന ആളുടെ കഥ മാത്രമല്ല, കേരളത്തിൽ മിക്കവാറുമുള്ള സാധാരണക്കാരുടെ കഥയാണ്. ഡെറ്റ് ഫ്രീ ലൈഫിന് വേണ്ടി അല്ലെങ്കിൽ കടമില്ലാതിരിക്കാൻ ആഗ്രഹിച്ചാലും ആശിച്ചാലും മാത്രം പോരാ, അതിനുവേണ്ടി പൊരുതണം. ഇൻവെസ്റ്റ് ചെയ്യുക, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക.